മുംബൈയിലെ ധാരാവി ഇന്നും അജ്ഞാതമായ ജീവിതങ്ങൾ തീർക്കുന്ന കഥകളാൽ സമ്പന്നമാണ്. പതിറ്റാണ്ടുകളായി കിലോമീറ്ററുകളോളം നീണ്ടുകിടക്കുന്ന ആസ്ബറ്റോസും ടിൻ മേൽക്കൂരകളുമുള്ള താമസ സ്ഥലങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ലാത്ത ചേരികളെക്കുറിച്ച് മിക്കവരും ഇന്നും പറയുന്നു. അതേസമയം മറ്റു ചിലർ അതിനെ കാൽപ്പനികവൽക്കരിക്കുന്നു. ഏഷ്യയിലെ ഏറ്റവും വലിയ ചേരി നവീകരണത്തിന്റെ വക്കിലാണ്. അത് സംരംഭകരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മാലിന്യങ്ങൾക്കപ്പുറം പ്രതിവർഷം $1 ബില്യൺ വരുമാനം നൽകുന്ന ബിസിനസ്സുകൾ ധാരാവി നടത്തുന്നു. എഴുത്തുകാർ, കവികൾ, ചലച്ചിത്ര പ്രവർത്തകർ എന്നിവരാൽ ഒരുപോലെ വികൃതമാക്കപ്പെട്ട ചേരിയാണിത്. മാസങ്ങൾ വേണം ഇവിടത്തെക്കുറിച്ച് പഠിക്കാനെന്നാണ് പ്രശസ്ത എഴുത്തുകാരൻ സൽമാൻ റുഷ്ദി പറഞ്ഞത്. മികച്ച എഴുത്തുകാർക്ക് പോലും ശരിയായ വാക്കുകൾ ധാരാവിയെക്കുറിച്ച് കണ്ടെത്തുന്നത് ബുദ്ധിമുട്ടായിരിക്കും. എന്നിരുന്നാലും ധാരാവി വീണ്ടും വീണ്ടും ശ്രദ്ധ ആവശ്യപ്പെടുന്നു. കാരണം വളരെയധികം കാര്യങ്ങൾ പുറം ലോകം അറിയാതെ തുടരുകയാണിന്നും. അഭിവൃദ്ധി പ്രാപിക്കുന്ന ആവാസ വ്യവസ്ഥയാണിപ്പോൾ ധാരാവിയിലേത്. നഗരത്തിനുള്ളിലെ ഒരു നഗരമാണിത്. അവിടെ ചില ജീവിതങ്ങൾ കുടിലുകളിൽ നിന്ന് പുറത്തു കടക്കാതെ ആരംഭിക്കുകയും വികസിക്കുകയും അവസാനിക്കുകയും ചെയ്യുന്നു. മുംബൈയെ ശക്തിപ്പെടുത്തുന്ന ധാരാവിയിലെ ബിസിനസ്സുകൾ സൗത്ത് മുംബൈയിലെ ബല്ലാഡ് എസ്റ്റേറ്റിലെ ആഡംബര ബോർഡ് റൂമുകൾക്കും തൊട്ടടുത്തുള്ള ബാന്ദ്ര കുർള കോംപ്ലക്സിന്റെ ആഡംബര ഓഫീസുകൾക്കും മുന്നിൽ ഒതുങ്ങുന്നവയല്ല. ധാരാവിയിലെ ബഡ്ലൻഡ്സിൽ ചേരി എന്ന നിലയിലെല്ലാം വില കുറഞ്ഞതാണെന്ന് നമുക്ക് അനുമാനിക്കാമെന്നേ ആവൂ. പക്ഷെ അങ്ങനെയല്ല. ഏഷ്യയിലെ ഏറ്റവും വലിയ ചേരി പ്രദേശമായ ധാരാവിയിലെ വാണിജ്യ വാടക പ്രതിമാസം 5 ലക്ഷം രൂപ വരെയാണെന്നത് അത്ഭുതപ്പെടുത്തുന്ന സത്യമാണ്. നഗരത്തിൽ ജനിച്ചു വളർന്നവർക്ക് ധാരാവിയിലെ വളഞ്ഞും പുളഞ്ഞും പോകുന്ന തെരുവുകളിലൂടെ ഏതാനും മിനിറ്റുകൾ നടന്നു കഴിഞ്ഞാൽ മുഷിച്ചിൽ തോന്നാം. ആംബുലൻസുകൾ, പോലീസ് വാഹനങ്ങൾ, ഫയർ എഞ്ചിനുകൾ, എന്തിന് ഭക്ഷ്യവിതരണ ജീവനക്കാർക്ക് പോലും ഇവിടെ എത്താൻ കഴിയില്ല. ജീവിതമാർഗം തേടിയെത്തുന്ന തൊഴിലാളി വർഗ കുടിയേറ്റക്കാർക്ക് മുംബൈയിൽ ചുവടുറപ്പിക്കാനുള്ള ആദ്യത്തെ ഇടമാണ് ധാരാവി. വാടകയ്ക്ക് താമസിക്കുന്ന ചേരികളിൽ പോലീസ് പരിശോധനയില്ല. പ്രാഥമിക സൗകര്യങ്ങളോ എന്തിന് വെള്ളമോ കനാലോ പോലുമില്ല. പക്ഷേ 100 ചതുരശ്ര അടി സ്ഥലത്തിന് വാടകയായി പ്രതിമാസം 3000 മുതൽ 7000 രൂപ വരെയാണ് ഇവിടെ ഈടാക്കുന്നത്. ധാരാവിയുടെ തെരുവു ഭക്ഷണ വ്യാപാരം മുംബൈക്ക് ഊർജ്ജം നൽകുന്നതാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ പാത്ര നിർമ്മാണ കേന്ദ്രവും ധാരാവിയിലാണ്. തുകിൽ വ്യവസായം, കരകൗശല വ്യവസായം തുടങ്ങി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ളവർ ധാരാവിയിലെത്തുന്നു. ധാരാവിയിലെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടാത്ത വ്യാപാരികൾ സ്ക്രാപ്പ് ഡീലർമാരാണ്. ലോഹം, പ്ലാസ്റ്റിക്, പേപ്പർ, തുരുമ്പിച്ച സ്പൂണുകൾ മുതൽ പഴയ ലംബോർഗിനികളുടെ ബോഡികൾ വരെ ഇവിടെ വിൽപ്പനയ്ക്കുണ്ട്. നീല ജാക്കറ്റ് ധരിച്ച തൊഴിലാളികൾ, കാവൽക്കാർ, വീട്ടുജോലിക്കാർ, ടാക്സിക്കാർ, ഓട്ടോറിക്ഷ ഡ്രൈവർമാർ, ഇഡ്ലി കോഫി വിൽപ്പനക്കാർ, മൺപാത്ര നിർമ്മാതാക്കൾ, സ്ക്രാപ്പ് ഡീലർമാർ, ബാഗ് ഷൂ കരകൗശല വിദഗ്ധർ, തുകൽ കരകൗശല വിദഗ്ധർ, അങ്ങനെ എണ്ണമറ്റ പലരും ഇവർ ധാരാവിയിൽ തങ്ങൾക്കായി ഒരു സ്ഥലം കണ്ടെത്തിയിരിക്കുന്നു. ഈ ചേരി നിവാസികളാണ് മുംബൈയെ സജീവമായി നിലനിർത്തുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള പ്രണാമം.